കൃത്യതയോടെ എഡിറ്റ് ചെയ്ത സംഭാഷണത്തോടൊപ്പം സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും സിനിമയിലെ കഥയ്ക്കനുസൃതമായി മിക്സ് ചെയ്യുന്നതിനായി ഡോൾബി അറ്റ്മോസ് എപ്രകാരമാണ് ഉപകാരപ്പെടുന്നതെന്ന് നോക്കാം. സാധാരണയായി നമ്മൾ കേട്ടിട്ടുള്ള 5.1 അല്ലെങ്കിൽ 7.1 എന്നീ സൗണ്ട് ഫോർമാറ്റുകളിൽ സ്പീക്കറിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് ശബ്ദം മിക്സ് ചെയ്യാൻ സാധിക്കുന്നത്. സംഭാഷണങ്ങൾ പ്രധാനമായും സെൻറ്റർ ചാനലിൽ ക്രമീകരിക്കുന്നു. സൗണ്ട് എഫക്ട്സ്, മ്യൂസിക് എന്നിവ യഥാക്രമം ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, റൈറ്റ് സറൗണ്ട് എന്നീ സ്പീക്കറുകളിൽ ക്രമീകരിക്കുന്നു. ഇവിടെ ശബ്ദം നമ്മുടെ മുന്നിലും പുറകിലുമായി നമ്മുടെ ചുറ്റും മാത്രമായാണ് ക്രമീകരിക്കപ്പെടുന്നത്. എന്നാൽ ഡോൾബി അറ്റ്മോസ് ഒബ്ജക്റ്റ് ബേസ്ഡ് ഓഡിയോ ആയതിനാൽ സ്പീക്കറുകളുടെ എണ്ണത്തിനപ്പുറം കൃത്യതയോടെ ശബ്ദം പൊസിഷൻ ചെയ്യാൻ സാധിക്കുന്നു. ഡോൾബി അറ്റ്മോസിൽ 9.1.6 എന്ന ഫോർമാറ്റിനൊപ്പം ഒബ്ജക്റ്റ് ട്രാക്കുകളും ഉണ്ടാവും. 9.1.6 എന്നത് നമുക്ക് ചുറ്റിലുമായ 9 സറൗണ്ട് സ്പീക്കറുകളും ഒരു സബ്വൂഫറും മുകളിലായ 6 സ്പീക്കറുകളും കൂടാതെ ഒബ്ജക്റ്റ് ട്രാക്കുകളും ഉണ്ടാവും. ഒബ്ജക്റ്റ് ട്രാക്കുകളുടെ പ്രത്യേകത അവയെ 360 ഡിഗ്രി സ്പേസിൽ എവിടെ വേണമെങ്കിലും പൊസിഷൻ ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഒരു ഡോൾബി അറ്റ്മോസ് മിക്സ് അതിൻ്റെ പൂർണ്ണതയിൽ കേൾക്കാൻ ഏറ്റവും മിനിമം 5.1.2 കോൺഫിഗറേഷൻ എങ്കിലും വേണ്ടതാണ്. എങ്കിലും ബൈനോറൽ ഓപ്ഷൻ ഉള്ളതിനാൽ ഡോൾബി അറ്റ്മോസ് സെഷൻ നമുക്ക് ഹെഡ്ഫോൺ വഴിയും മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നു. 360 ഡിഗ്രി സ്പേസിൽ ശബ്ദത്തെ പൊസിഷൻ ചെയ്യാൻ പാനിംഗ് വഴിയാണ് സാധിക്കുന്നത്. കഥയുടെ ആവശ്യാനുസരണം ഓരോ ശബ്ദവും കൃത്യമായി പൊസിഷൻ ചെയ്താണ് നാം കണ്ടിട്ടുള്ള ഓരോ സിനിമയിലും ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ മറ്റുള്ള സറൗണ്ട് ഫോർമാറ്റിൽ സിനിമ മിക്സ് ചെയ്യുന്നത്. ഡോൾബി അറ്റ്മോസ് എന്നത് വലിയൊരു ക്യാൻവാസാണ്. ഈ ഫോർമാറ്റിൽ മിക്സ് ചെയ്തതിന് ശേഷം ഡെലിവറിക്ക് ആവശ്യമുള്ള 5.1, 7.1 അല്ലെങ്കിൽ സ്റ്റീരിയോ ഫോർമാറ്റിൽ റീറെൻഡർ ചെയ്ത് എടുക്കാവുന്നതാണ്. സെറ്റപ്പ് മെനുവിൽ നിന്നും IO സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് മോണിറ്റർ പാത്തിൽ ഹെഡ്ഫോണിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓഡിയോ ഇൻ്റർഫേസിലേക്ക് അസൈൻ ചെയ്യാം. ഇപ്രകാരം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അതേ മോണിറ്ററിംഗ് ഫോർമാറ്റിലേക്ക് ഇന്റേണൽ റെൻഡറർ ഔട്ട്പുട്ട് പാത്ത് ഓട്ടോമാറ്റിക്കായി ഈ ഔട്ട്പുട്ടിലേക്ക് അസൈൻ ചെയ്യും. ഇനി ഡോൾബി അറ്റ്മോസ് ടാബ് സെലക്ട് ചെയ്ത് ഇന്റേണൽ ഡോൾബി അറ്റ്മോസ് റെൻഡറർ സെലക്ട് ചെയ്യാം. ഡോൾബി അറ്റ്മോസ് റെൻഡറിൽ ഡിഫോൾട്ട് ഡോൾബി അറ്റ്മോസ് കോൺഫിഗറേഷൻ എന്നത് 9.1.6 എന്ന ബെഡ് ട്രാക്കും സ്റ്റീരിയോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മോണോ ഒബ്ജക്റ്റോട് കൂടിയതാണ്. എങ്കിലും ചെറുതും വലുതുമായ ഏത് റൂം ഫോർമാറ്റിലേക്കും കൃത്യതയോടെ മിക്സ് ട്രാൻസ്ലേഷൻ നടക്കുന്നു എന്നതാണ് ഡോൾബി അറ്റ്മോസ് എന്ന ഈ ഫോർമാറ്റിൻ്റെ പ്രത്യേകത. റെൻഡറിൽ ഡോൾബി ഓഡിയോ ബ്രിഡ്ജ് വഴി വരുന്ന 128 അവൈലബിൾ ചാനലിൽ നിന്നും എത്ര ബെഡ് ട്രാക്ക്, എത്ര ഒബ്ജക്റ്റ് ട്രാക്ക് എന്നിവ വേണമെന്നത് നമുക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. റെൻഡറിൽ 11.1.10 മുതൽ സ്റ്റീരിയോ വരെയുള്ള മോണിറ്ററിംഗ് ഫോർമാറ്റുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. മോണോ അല്ലെങ്കിൽ സ്റ്റീരിയോ ട്രാക്സ് മാത്രമാണ് ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു ട്രാക്കിനെ അസൈൻ ചെയ്യുന്നത് ബെഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്നിവ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നത് ഓട്ടോമേഷൻ ചെയ്യാനും സാധിക്കും. ഇവിടെ കാണുന്ന ബൈനോറൽ മോഡ് എന്നത് ഹെഡ്ഫോണിൽ മാത്രം എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇനി ഡോൾബി അറ്റ്മോസ് റെൻഡറർ സെലക്ട് ചെയ്താൽ നമുക്കാവശ്യമായ മോണിറ്ററിംഗ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഡൗൺ മിക്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ബൈനോറൽ മോഡിൽ 360 ഡിഗ്രി ഓഡിയോ ഔട്ട്പുട്ട് നൽകുന്ന സ്പീക്കറുകളുടെ 3 ഡയമെൻഷണൽ സിമുലേഷനാണ് ലഭിക്കുന്നത്. റെൻഡറിൽ ഓഡിയോയുടെയും പാനിംഗ് ആക്ടിവിറ്റിയുടെയും വിഷ്വൽ ഫീഡ്ബാക്ക് കാണാവുന്നതാണ്. ഓഡിയോ സിഗ്നലുകൾ ഇടതുവശത്തും ഒബ്ജക്റ്റുകളുടെ പാനിംഗ് ഇൻഫർമേഷൻ വലതുവശത്തുള്ള 3D തിയേറ്റർ വ്യൂവിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. എക്സ്റ്റേണൽ റെൻഡറർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡോൾബി ഓഡിയോ ബ്രിഡ്ജാണ് നമ്മൾ പ്ലേബാക്ക് എഞ്ചിനായി സെലക്ട് ചെയ്യുന്നത്. എക്സ്റ്റേണൽ റെൻഡറിന്റെ പ്രിഫറൻസിൽ ഇൻപുട്ട് ഡിവൈസായി ഡോൾബി ഓഡിയോ ബ്രിഡ്ജും ഔട്ട്പുട്ട് ഡിവൈസായി നമ്മൾ ഉപയോഗിക്കുന്ന ഓഡിയോ ഇൻ്റർഫേസും സെലക്ട് ചെയ്യാവുന്നതാണ്. ഫൈനൽ ഔട്ട്പുട്ട് 5.1 ആണെങ്കിൽ 6 ചാനലുകളാണ് ഉണ്ടാവുക. യഥാക്രമം ലെഫ്റ്റ്, സെൻറ്റർ, ലെഫ്റ്റ് സറൗണ്ട്, LFE എന്നിങ്ങനെ. എന്നാൽ ഡോൾബി അറ്റ്മോസ് ഫൈനൽ ഔട്ട്പുട്ടായ ADM ബ്രോഡ്കാസ്റ്റ് വേവിൽ നമ്മൾ ഉപയോഗിച്ച ബെഡ് ട്രാക്കുകളുടെ എണ്ണവും ഒബ്ജക്റ്റ് ട്രാക്കുകളുടെ എണ്ണവും ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ ഡോൾബി അറ്റ്മോസ് റെൻഡറിലുള്ള 128 ചാനലുകളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 128 ചാനലുകളുടെ ADM ബ്രോഡ്കാസ്റ്റ് വേവ് ഫയലാണ് ഉണ്ടാവുക. ഇനി അതല്ല 7.1.2 എന്ന ബെഡ് മാത്രമാണ് നമ്മൾ മിക്സിംഗ് ചെയ്യാൻ ഉപയോഗിച്ചത് എങ്കിൽ 10 ചാനലുകളാണ് ഫൈനൽ ഔട്ട്പുട്ടിൽ ഉണ്ടാവുക.